തേക്കടിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇനി ഗവി കൂടി കണ്ടുമടങ്ങാം. വനംവകുപ്പിന്റെ തേക്കടി ഗവി പാക്കേജ് ബസ് ഓടിത്തുടങ്ങി. ദിവസവും രാവിലെ 6-ന് തേക്കടിയിൽ നിന്ന് ആരംഭിച്ച് വണ്ടിപ്പെരിയാർ, വള്ളക്കടവ്, കാനനപാത ആസ്വദിച്ച് ഗവിയിലെത്തിച്ചേരാം. കാടിന്റെ രസകരവും കൗതുകം നിറഞ്ഞതും വന്യവുമായ കാഴ്ചകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഇടം. കാടിനുള്ളിലെ ലോകം കാണിക്കുന്ന ഗവിക്ക് കേരളത്തിൽ നിറയെ ആരാധകരാണ്. സാധാരണയായി KSRTCയുടെ ബജറ്റ് ടൂറിസം സെൽ നടത്തുന്ന യാത്ര വഴിയാണ് ഗവിയിലേക്ക് സഞ്ചാരികൾ എത്തുന്നത്. കാടിനെ പ്രണയിക്കുന്ന, കാടിന്റെ കുളിരണിഞ്ഞ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇപ്പോൾ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ തേക്കടിയിൽ നിന്ന് ഗവിയിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നു. രാവിലെ 6:30-ന് തേക്കടി പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് ഗവിയിലെത്തി മടങ്ങുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. യാത്രയ്ക്ക് പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ 1000 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക്. തേക്കടിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ബോട്ടിംഗ് ആണ് കൂടുതലായിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചു വരുന്നത്. അപ്പോൾ അതെല്ലാവർക്കും സാധിക്കാത്ത സന്ദർഭം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു പരിഹാരം കുറേയൊക്കെ കാണാൻ എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ഈ പുതിയ പ്രോഗ്രാം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിതിന് ഒരാൾക്ക് 1000 രൂപ ആണ് ചാർജ് ചെയ്യുന്നത്. അതുകൂടാതെ എൻട്രി ഫീ ഉണ്ടാവും. ഇന്ത്യൻസ് ആണെങ്കിൽ 45 രൂപയും ഫോറിനേഴ്സ് ആണെങ്കിൽ 500 രൂപയും കൂടി ആണ് അതിൻ്റെ ഫീസ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് വള്ളക്കടവിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നത്. സവാരിക്ക് ശേഷം ഉച്ചയ്ക്ക് തേക്കടിയിൽ മടങ്ങിയെത്തും. യാത്രയുടെ വ്യത്യസ്തത അനുഭവിക്കാൻ ആദ്യ ദിവസം തന്നെ ധാരാളം പേരാണ് ഇൻഫർമേഷൻ സെന്ററിൽ നേരിട്ടെത്തി ബുക്കിംഗ് നടത്തിയത്. നന്നായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആണ് യാത്ര. നല്ലോണം കാണാനും വന്യമൃഗങ്ങളെയൊക്കെ കാണാനും നല്ലൊരു അനുഭവമായിരുന്നു. ഡാം എല്ലാം കൊണ്ടും കാഴ്ചകളൊക്കെ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ആഹാരം എല്ലാം കൊണ്ടും നന്നായിരുന്നു. രാവിലെ പിക്കപ്പ്, ഡ്രോപ്പ് എല്ലാം സമയത്തിന് നടന്നു. പിന്നെ എല്ലാം കൂടെ അത് നൈസ് പാക്കേജ്. 32 പേർക്ക് സഞ്ചരിക്കാവുന്ന ബസ്സാണ് സർവീസ് നടത്തുന്നത്. അധികം വൈകാതെ ബുക്കിംഗ് ഓൺലൈനിലേക്ക് മാറും. വെബ്സൈറ്റ് വഴിയും വിളിച്ചും സഞ്ചാരികൾക്ക് സവാരിയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാനാകും. ജനം, ഇടുക്കി.